മനോജ്, നമ്മുടെ ഈ ഒരു ഫുട്ബോളിന്റെ കാര്യം കഴിഞ്ഞ ദിവസം പറയുന്നു, അർജന്റീന ടീം വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഇത് വന്നിട്ട് ഒഫീഷ്യലായിട്ട് ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ചർച്ച നടത്തി. അപ്പം അതിനുശേഷം വീണ്ടും അതിനെ ചൊല്ലി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശയക്കുഴപ്പം വരുന്നു. ആദ്യം പറഞ്ഞത് സർക്കാർ പറഞ്ഞത് ഇപ്പം സ്പോൺസർമാർ കാരണമാണ് നമുക്കിത് നടക്കാൻ പറ്റാമെന്ന് പോകുന്നതെന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും പറയുന്നു രണ്ടാമത്തെ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇപ്പോൾ സമ്മതം അറിയിച്ച് അവർ തന്നെ വന്ന് രംഗത്ത് വരുന്നുണ്ട്. നമ്മളാണ് രണ്ടാമത്തെ, അപ്പോൾ നമ്മൾ നടത്താൻ സാധിക്കുമെന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ചാഞ്ചാടുന്നു. മത്സരം നടക്കില്ല എന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മന്ത്രി പറയുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇപ്പോൾ അങ്ങനെ പറയുന്നു. അങ്ങ് മൊത്തത്തിൽ ആശയം. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും ഇത്, ചിലപ്പോൾ ഈ വീഡിയോ എടുത്ത് ഇനി എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതൊന്നും ആയിരിക്കില്ല കേൾക്കാൻ പോകുന്നത്. ഇത് ഉച്ച കഴിഞ്ഞപ്പോൾ 2 മണിയോട് കൂടി ആന്റോ അഗസ്റ്റിൻ, റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത് കേട്ടപ്പം എനിക്ക്, അതായത് നമ്മൾ കോമൺ മാനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്, ഇവർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ടീമുമായിട്ട്. ടീം പറഞ്ഞിട്ടില്ല, അവർക്ക് കുറച്ച് നാളുകൾ ബ്രേക്കുകൾ ടൈമുണ്ട്, ആ ടൈം ഇവരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഫിഫ സ്റ്റാൻഡേർഡ്സിലുള്ള സ്റ്റേഡിയം വേണം ഇവർക്ക് കളിക്കണമെങ്കിൽ, കൊണ്ടുവരണമെങ്കിൽ പൈസ വേണം, ഇനി ഒപ്പോണന്റ് ടീം വേണമല്ലോ. അവർ വേണമെങ്കിൽ തന്നെ അർജന്റീനയോട് പ്ലേ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അണ്ടർ 15 റാങ്കിങ്ങിലുള്ള ഒരു ടീമായിരിക്കണം. അപ്പം അവരുടെ ഡേറ്റ് കിട്ടണം. അപ്പം ഇവരുടെ ഒന്നും ഡേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഔദ്യോഗികമായി ചർച്ചകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അപ്പം ഇവർ വരുമെന്ന് ഇപ്പം വലിയ വയലിൽ പറയുന്നുണ്ട്. സത്യത്തിൽ വരുമെന്നല്ല പറയുന്നത്, വരില്ലെന്ന് അർജന്റീന പറഞ്ഞിട്ടില്ലെന്നാണ്. അർജന്റീന പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നമുക്കിറിയേണ്ടത്. മാത്രമല്ല, ഈ ഫിഫ സ്റ്റാൻഡേർഡ്സിലുള്ള സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു തരേണ്ടത് സർക്കാരാണെന്നും പറയുന്നുണ്ട്. ഇന്നലെ കായിക മന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല, സർക്കാരിന്റെ പണം ഉണ്ടായിരുന്നെങ്കിൽ സർക്കാർ കൊണ്ടുവന്നേനെ, ഞങ്ങളുടെ പണമില്ല, അത് റിപ്പോർട്ടറാണ് അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്, അവരാണ് കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്നു. ഇന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആന്റോ അഗസ്റ്റിന്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ കായികമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു, മെസ്സി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ എന്നായി. സത്യത്തിൽ ഔദ്യോഗികമായി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത് തന്നെ കായികമന്ത്രിയായിരുന്നു, ഇബ്രഹാനായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് നവംബർ മുതൽ ഒക്ടോബറിന്റെ അവസാനം മുതൽ നവംബർ 2 വരെയുള്ള 7 ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന ഒഫീഷ്യൽ ഡേറ്റ് അടക്കമാണ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ച ഒരാൾക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. മാത്രമല്ല, കേരളത്തിൽ അങ്ങനെ ഒരു ഫിഫ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം ഇല്ല. ഇനി ഉണ്ടാക്കണമെങ്കിൽ 6 മാസം കൊണ്ട് ഉണ്ടാക്കാനും പറ്റത്തില്ല. അപ്പോൾ ഒക്ടോബറിൽ എന്തായാലും എത്തില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. അപ്പൊ സർക്കാരിനകത്തുള്ള പ്ലേ എന്താന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാരിന് ഒരു PR വർക്കായിരുന്നു ഇതെന്നുള്ളത്. അതെ, ഒരു ഗോൾ അടിക്കാൻ കിട്ടിയൊരു അവസരം ഞങ്ങൾ കൊണ്ടുവന്നേ എന്ന് പറയുന്നത്. എനിക്കൊന്ന് VT ബൽറാം അടക്കമുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രസ്താവന അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ കോമഡി ആയിപ്പോയി. മെസ്സി ഇതറിഞ്ഞോ അർജന്റീന? ഇതിനകത്ത് നമുക്ക് സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്തുള്ള ഇതിപ്പം ആദ്യ സ്പോൺസർമാര് ഇപ്പം റിസർവ് ബാങ്കിന്റെ അംഗീകാരം ഇല്ലാത്തത് കൊണ്ട് രണ്ടാമത്തേലോട്ട് സ്വാഭാവികമായിട്ട് പോകുന്നു വരുന്നുണ്ട്. നമുക്ക് റിപ്പോർട്ടർ ആ ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അവരും PR വർക്കിന് ഒട്ടും മോശമല്ല. അപ്പൊ അവർക്കെല്ലാം അറിയാമെങ്കിലും ഇതിനെക്കുറിച്ച് നമുക്ക് കോമൺ മാൻ ആർക്കും അറിയില്ല എന്ത് നടപടികളാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇത് അർജന്റീനയായിട്ട് അവർ സംസാരിച്ചോ? സർക്കാർ പറയുന്നു അവർക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. റിപ്പോർട്ടർ ചാനൽ അവരുമായിട്ട് എന്ത് സംസാരിക്കും? നമുക്ക് എന്ത് തെളിവുണ്ട്? മാത്രമല്ല, ഏറ്റവും ചുരുങ്ങിയത് 200 കോടി രൂപയെങ്കിലും അത് കെട്ടിവെച്ചാൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ 200 കോടി, അതായത് 175 കോടിക്ക് മുകളിൽ വരും അവരുടെ ഇവിടെ കേരളത്തിൽ എത്തിച്ച് ഒരു മത്സരം നടത്തുന്നതിന് ചിലവായിട്ട് പറയുന്നത്. ഈ 175 കോടി സത്യം പറഞ്ഞാൽ അവരെ ഇറക്കാൻ മാത്രമാണ്. ഇത് മാത്രമല്ല, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മാറ്റേണ്ടി വരും. അതുമാത്രമല്ല, ആളുകളെ ക്രമീകരിക്കാൻ സുരക്ഷാ സന്നാഹങ്ങൾ, അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് വലിയ ചെലവ് വരും. എങ്ങനെ പോയാലും ഒരു 10 വലിയ സന്നാഹം നടത്തണം. ഇപ്പോൾ പിന്നെ മന്ത്രി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വെച്ച് കളി നടത്താമെന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് സ്റ്റേഡിയത്തിന് പോലും ഇനിയും നമ്മളെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പോലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനകത്ത് താങ്ങനെ എനിക്കതൊരു 50,000-ൽ താഴെ കപ്പാസിറ്റിയേ ഉള്ളൂ. മാത്രമല്ല, അവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആകെപ്പാടെ പിന്നെ കൈവിട്ട അവസ്ഥയാണ്. അവിടെ പാട്ടത്തിന് KC എടുത്തു എന്ന് പിന്നെ അതിനുശേഷം വിട്ടു. അങ്ങനെ അവിടെ ഗ്രൗണ്ട് മെയിൻ്റനൻസ് പോലും, അടിസ്ഥാനമായിട്ടുള്ള മെയിൻ്റനൻസ് പോലും നടക്കുന്നില്ല. അങ്ങനെ ഇനി പുല്ല് വെച്ച് പിടിപ്പിച്ച് ഇനി എപ്പോഴാണ് ഇവർ സ്റ്റാൻഡേർഡ്സിൽ എത്തുന്നത്? അല്ലെങ്കിൽ ഫിഫ മാച്ച് അല്ലല്ലോ എന്നാണ് മന്ത്രി ഇന്നത്തെ വിശദീകരണം നൽകുന്നത്. എന്നാൽ പോലും അർജന്റീനയ്ക്ക് ഒരു ബേസിക് അവർ എന്തായാലും അങ്ങനെ നോക്കും. കാരണം മെസ്സി അടക്കമുള്ളവർ വരുമ്പോൾ തന്നെ അവർക്ക് അവരുടെ സുരക്ഷയും കൂടെ നോക്കണം. അതിൽ അവരുടെ രീതിക്ക് അനുസരിച്ച് പോകുന്ന ഒരു ഗ്രൗണ്ടാണ് വേണ്ടത്. അല്ലാണ്ട് മറ്റേ പിള്ളേർ കളിക്കുമ്പോൾ ജസ്റ്റ് വന്ന് കളിച്ചിട്ട് പോകുന്ന സംഭവം. അല്ലെങ്കിൽ പിന്നെ മെസ്സി മാത്രം വന്നൊരു പ്രദർശനം പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ ഇന്ററാക്ഷൻ ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഇവര് ടീമിനെ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. കേരളത്തിന് എപ്പോഴും പറ്റുന്നൊരു തെറ്റാണ്. ഇവരൊരു വലിയ ബ്രാൻഡിനെ കൊണ്ട് അവരെ ഇട്ടത്. നമുക്കറിയാം, ഒരു സമയത്ത് കേരളത്തിന്റെ ബ്രാൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് വന്നു, അതിനുശേഷം അദ്ദേഹത്തെ അതിനകത്ത് നേരിട്ടുള്ളൂ. പക്ഷേ ഇവിടുത്തെ
ഈ ഒരു കുത്തിത്തിരിപ്പ് കണ്ട് അദ്ദേഹം തന്നെ ഇട്ടിട്ട് ഓടി മഞ്ഞപ്പട അതൊക്കെ കഴിഞ്ഞിട്ട് അതൊരു പൊളിറ്റിക്കൽ കാര്യം കൂടി പൊളിറ്റിക്കൽ PR പാർട്ടി ഞങ്ങളാണത് ചെയ്തത് എന്നുള്ള അവരുടെ ആരാണ് ആദ്യം പിടിക്കുക എന്നുള്ളതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് ചിലപ്പോൾ പ്രാരംഭ ചർച്ചകളിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഒരു ഐഡിയ വരില്ലല്ലോ. പക്ഷെ അതിനെ ഉപേക്ഷ വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് കൊക്കിലൊതുങ്ങാത്തത് കൊണ്ടോ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അവർ അംഗീകരിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇനി കടക്കാനുണ്ട്. അവർ ഡേറ്റ് പോലും കൊടുത്തിട്ടില്ല. അർജന്റീനയെ പോലെയുള്ളൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ടീമിന് ഒക്ടോബറിലേക്കുള്ളതൊക്കെ ഓൾറെഡി ഷെഡ്യൂൾഡ് ആയിരിക്കും. കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറയുന്നത് സെപ്റ്റംബർ വരെ അവർക്ക് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളാണ്. അതിനുശേഷം പ്രാക്ടീസ് മാച്ചുകൾ എന്ന നിലയിലാണ് അവരിപ്പം മറ്റ് വേദികൾ കൊടുക്കുന്നത്. അതിൽ പോലും പ്രാക്ടീസ് മാച്ച് എന്ന രീതിയിൽ പോലും അവർക്ക് അടിസ്ഥാനമില്ല. അവർക്ക് എന്നാലും ലോകകപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കൂടിയായിട്ടാണ് നോക്കുന്നത്. അപ്പം സിമ്പിളായിട്ടൊരു മത്സരത്തിന് അവർ എന്തായാലും സമയം കളയില്ല. അതിനുവേണ്ടി 6-7 ദിവസം അവരെ സംബന്ധിച്ച് ഈ ഒരാഴ്ച കാലം എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞത് ഓരോ മിനിറ്റിനും അതിന് ഇതുണ്ട്, വിലയുണ്ട്. അവർക്ക് പ്രാക്ടീസ് അത്രയും കിട്ടണം. അതിനുള്ള സ്റ്റാൻഡേർഡ്സ് ആ സ്റ്റാൻഡേർഡ്സ് ഇവിടെ ഉണ്ടോ എന്ന് അവർ നോക്കും. മാത്രമല്ല ഇപ്പോൾ തന്നെ വ്യക്തമാണ്, അവർ ഷെഡ്യൂൾ തീരുമാനിച്ചതിൽ വ്യക്തമാണ്. കേരളം എന്ന ഒരു ലിസ്റ്റിൽ പോലും ഇല്ല. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇനി വരാൻ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ പോലും നമുക്ക് ഒരു തരത്തിലും വരാൻ പോകുന്നില്ല എന്നുള്ള ഉത്തമ ഉദാഹരണം. പൊട്ടനാക്കുന്നത് തന്നെയാണ്. കാരണം അവർ അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു തീരുമാനം അന്ന് തന്നെ അറിയിച്ചു കഴിഞ്ഞു, കേരളത്തിൽ വരാൻ പറ്റില്ല എന്ന്. അത് വെച്ചിട്ട് പക്ഷേ ഇനിയുള്ള നീക്കങ്ങൾ സമീപിച്ചു അല്ലെങ്കിൽ നടത്താൻ പോകുന്നു, പിന്നെ വരാൻ പോകുന്നു, ബാക്കിയെല്ലാം ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പോലെയായിരുന്നു. PR വർക്ക് നേരത്തെ പറഞ്ഞു കൃത്യമായിട്ട് ഒരു PR വർക്ക് നടന്ന പോലെയായിരുന്നു കാര്യങ്ങൾ. ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇതും കൂടെ മെസ്സിയുടെ പൊന്തൂവൽ കൂടി ഞങ്ങളുടെ വന്നു എന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ള രീതിയിൽ എന്തായാലും ആ ഒരു ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അർജന്റീന എന്തായാലും വരാൻ പോകുന്നില്ല ഈ വർഷം. അടുത്ത വർഷം ഇനി വരണമെങ്കിൽ പോലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം. പുതിയ സ്റ്റേഡിയം വരണം, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള സ്റ്റാൻഡേർഡുകൾ കിട്ടണം. അതൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒന്നും എവിടെ നോക്കിയിട്ടും അത് കണക്ട് ആവുന്നില്ല. എന്തായാലും മന്ത്രിയുടെ പ്രഖ്യാപനം ഇനി വേറെ രീതിയിൽ എന്തായാലും ചിലപ്പോൾ മാറുമായിരിക്കും. ഈ പ്രഖ്യാപനം ഒന്നും ആയിരിക്കില്ല. ഇനി അവസാനം എന്തായിരിക്കും വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണണം.